പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തില് ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ ഒക്കെ കടന്നു വരുന്ന സാക്ഷ്യങ്ങള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാണ്. ഓരോ സാക്ഷ്യങ്ങളും വ്യത്യസ്തമായ സാക്ഷ്യങ്ങളാണ്. ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഉള്ളത്. കേൾവിക്കാരും അതുപോലെ തന്നെയാണല്ലോ, പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. ഈ സാക്ഷികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വളരെ അനുഗ്രഹമായി തീരും. കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തയോടെ നിൽക്കുന്നതിനൊക്കെ ഇത് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മോടൊപ്പം തിരുവനന്തപുരത്തു നിന്നാണ് ഒരു കർത്താവിന്റെ ദാസൻ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? എന്തുകൊണ്ട്? ഓക്കെ ഓക്കെ. പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ദൈവം നടത്തുന്നു. ഓക്കെ ഓക്കെ. വീട്ടിലെ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും വൈഫുമാണുള്ളത്. ഞങ്ങൾക്കൊരു മകളാണ്. അവള് ഫാമിലി ആയിട്ട് UK-യിലാണ്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളാണ്. മൂത്തത് ആൺകുഞ്ഞും ഇളയത് പെൺകുഞ്ഞും. അവര് 4 പേരും കർത്താവിന്റെ കൃപയാൽ അവിടെ ആയിരിക്കും. ഓക്കെ ഓക്കെ ദേവദാസനെ. അപ്പൊ മകളുടെ അടുത്തൊക്കെ പോകുമായിരിക്കുമല്ലോ ഇടയ്ക്കില്ലേ? മകളുടെ അടുക്കൽ ഇതുവരെ പോയില്ല. ദൈവം അനുവദിച്ചാൽ പോകണം. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. അതിനൊക്കെയുള്ള ഇത് കർത്താവ് നൽകി തരട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ, വാഴ്ത്തുന്നപ്പ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ സമയം കർത്താവ് അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിക്കണമേ. കേൾവിക്കാർക്ക് വലിയൊരു വിടുതലായി തീരുവാൻ, ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദാസനെ ദൈവോടുന്ന ബലപ്പെടുത്തിയാട്ട് ഉപയോഗിച്ചാട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ ഓക്കെ പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇനിയുള്ള സമയം ദേവദാസന് നൽകി തരികയാണ്. ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനും ദാസിക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിനുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ചാനലിലൂടെ എന്റെ സാക്ഷ്യം അറിയിക്കുവാൻ എനിക്കൊരവസരം നൽകിയ കർത്താവിന്റെ ദാസിക്കും കുടുംബത്തിനും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ ആത്മാർത്ഥമായി ഞാൻ അറിയിക്കുന്നു. ഈ ടിവിയിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന, എന്റെ സാക്ഷ്യം ശ്രമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും, ചെറിയവരെയും വലിയവരെയും, ഓരോ സമയങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ പൊതിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മലയങ്കിഴ് എന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ഭാര്യയും ആണ് ഇവിടെ വീട്ടിലുള്ളത്. ഞങ്ങൾക്കൊരു മകളാണ് ദൈവം തന്നത്. അവളെ വിവാഹ ജീവിതം കഴിഞ്ഞു. 2 കുട്ടികൾ അവർക്കുണ്ട്. മകനും കുഞ്ഞുങ്ങളും, അവർ 4 പേരും ഇപ്പോൾ UK-യുടെ പ്രദേശത്തിലായിരിക്കുന്നു. മകൻ അവിടെ വർക്ക് ചെയ്യുന്നു. മകൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല. മകളുടെ പേര് ഷെൻസി എന്നും അവരുടെ ഹസ്ബൻഡിന്റെ പേര് റീഗൻ ആൽബർട്ടും എന്നാണ്. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ. മൂത്ത മകൻ 7 വയസ്സ്, ഓസ്റ്റിൻ ജോ എന്നാണ് പേര്. അവർ 10 വയസ്സായി. ഇളയ കുഞ്ഞ് മകളാണ്, അവർക്ക് 7 വയസ്സ്, ആൻ ജെസിയ എന്നുമാണ്. കുടുംബമായി UK-യിൽ അവരുടെ സഭയുമായി ബന്ധപ്പെട്ടുള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് ഭൗതികമായ കാര്യങ്ങളിലും ദൈവത്തിന് കൃപയാൽ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നു.
എൻ്റെ പേര് ജയരാജ് എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് മേബൽ എന്നുമാണ്. ഞങ്ങൾ ദിവസങ്ങളിൽ മുഴുവൻ സമയം കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 1991 മെയ് മാസം മുതലാണ് ഞങ്ങൾ ദൈവത്തെ കണ്ടെത്തി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ആരംഭിച്ചത്. എൻ്റെ ജീവിത കുടുംബ പശ്ചാത്തലം, എൻ്റെ മാതാവും പിതാവും അടങ്ങുന്ന കുടുംബത്തിൽ ഞങ്ങൾക്ക് ഞാനുൾപ്പെടെ 9 സഹോദരങ്ങളാണ്. 6 സഹോദരന്മാരും 3 സഹോദരിമാരും. ഞങ്ങൾ ഈ 9 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഞങ്ങൾ 4 പേരാണ്. 5 പേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. മാതാവും പിതാവും ഇപ്പോൾ ഭൂമിയിലില്ല. കുടുംബത്തിനകത്ത് ബാക്കിയുള്ള എല്ലാവരും കുടുംബങ്ങളായി പലയിടങ്ങളിലായി അവിടെ തലമുറകളായി ഏകദേശം 75ഓളം മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനും ഇവിടെ ആയിരിക്കുന്നത്. ദൈവം അങ്ങനെ ഒരു ഭാഗ്യം എണ്ണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മാതാവും പിതാവിന്റെയും വിഷയങ്ങൾ പറയുമ്പോൾ പിതാവിന്റെ ജന്മവർഷം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയിക്കും. 1908 പിതാവിന്റെ ജന്മം. മാതാവ് 1918. അവർ വളരെ സാമ്പത്തികമായിട്ട് വളരെ ഭദ്രതയുള്ള ഒരു കുടുംബത്തിലാണ് രണ്ടുപേരുടെയും ജനനമുണ്ടായതെങ്കിലും 2 പേരും സഹോദരങ്ങളുടെ മക്കളാണ്. അതനുസരിച്ച് 2 പേർക്കും 2 കുടുംബത്തിന് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2 പേരും വിവാഹ ജീവിതം ആരംഭിച്ചു. അന്നത്തെ കാളവണ്ടി യുഗത്തിൽ പിതാവിന് വളരെ ഈ കാളവണ്ടി ഭ്രമമുള്ള ഒരു മനുഷ്യനായിരുന്നു. മത്സര കാളവണ്ടിയൊക്കെ വെച്ച് ജീവിതത്തിൽ എല്ലാം പരാജയപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ മാതാവും പിതാവും അവരുടെ ജീവിതത്തിൽ മൂത്ത മകൻ ജനിച്ചു. തുടർന്ന് ഓരോ മക്കളായി ജനിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ പറഞ്ഞു കേട്ട അറിവിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എൻ്റെ പിതാവിന്റെ 50ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയുടെ പ്രായം 40 വയസ്സാണ്. ഞാൻ 8ാമനാണ്. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം, പ്രായത്തിന്റെ ഒരു ഗ്യാപ്പ് എനിക്കും മാതാപിതാക്കൾക്കും തമ്മിലുണ്ട്. എൻ്റെ മൂത്ത സഹോദരങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരും ഒക്കെ പറഞ്ഞ അറിവിൽ നിന്നുള്ള അറിവുകളാണ് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ അവർ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ വളരെ കഷ്ടതകളും വേദനകളും നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രത്യേക സന്ദർഭം. അന്ന് പപ്പയുടെ കുടുംബവും അമ്മയുടെ കുടുംബവും വിശ്വാസ കുടുംബം ആണ് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരറിവ് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ദൈവമില്ലാത്തവരോ ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിച്ചവരോ ഒക്കെ ആയിരുന്നിരിക്കാം. ജീവിതത്തിന്റെ എല്ലാ തകർച്ചകൾക്ക് ശേഷം പിതാവ് ഒരു മദ്യപാനത്തിന്റെ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. ആ പ്രത്യേക സാഹചര്യങ്ങളിൽ മാതാവ് വളരെ കണ്ണീരിലും കഷ്ടതയിലും പലയിടങ്ങളിൽ വീടുകൾ മാറി മാറി താമസിച്ചു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, മക്കളെ പുലർത്തുവാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണത്തിന് കഴിയാതെ, കിടക്കാൻ ഇടമില്ലാതെ വളരെ കണ്ണുനീരിന്റെയും വേദനയുടെയും കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. പലയിടങ്ങളിലും അവർ ഈ കൊച്ചുമക്കളുമായിട്ട് മാറി മാറി താമസിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. അവസാനം അവർക്കിനെ ചുറ്റിത്തിരിഞ്ഞ് പേരൂർക്കട എന്ന പ്രദേശത്തിൽ, ട്രിവാൻഡ്രത്ത് പേരൂർക്കട എന്ന പ്രദേശത്തിൽ അവിടെ വന്ന് ഒരു വീട്ടിൽ താമസം സെറ്റിലായി. ആ പേരൂർക്കടയിൽ വെച്ച് താമസിക്കുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവിന് 50 വയസ്സുണ്ട്, അമ്മയ്ക്ക് 40 വയസ്സുണ്ട്. അവിടെ വെച്ച് ഞാനും എൻ്റെ അനുജൻ, എൻ്റെ പേര് ജോയിരാജ് എന്നാണ്,
ഞങ്ങൾ രണ്ടുപേരും അവിടെ ജനിക്കുന്നു. അങ്ങനെ 9 മക്കളും പപ്പയും അമ്മയും അടങ്ങുന്ന ഒരു വലിയ കുടുംബം. സ്ഥിര വരുമാനമില്ല. പിതാവിന്റെ ചില ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് വളരെ സമാധാനം നഷ്ടമാക്കുന്ന സന്ദർഭങ്ങൾ. ഈ 9 മക്കളും 2 വയസ്സിന്റെ വ്യത്യാസത്തിൽ വളരുന്നവരാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ഭാരവും മാതാവ് ചുമക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാള് ആൺകുട്ടിയാണ്. ആ സഹോദരൻ അമ്മയോട് ചേർന്ന് നിന്ന് കുടുംബത്തെ പണിയുവാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി പുറത്തിറങ്ങിയപ്പോൾ സ്കൂളിൽ ജോലി കിട്ടി. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം മാതാവിനെ സഹായിക്കുവാനും കുടുംബത്തെ നടത്തുവാനൊക്കെയും സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്കൂളിലെ ജോലി രാജിവെച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ കടന്നുപോയി. ആ കോഴ്സ് പഠിച്ച് പാസ്സായി PWDയിൽ ഓവർസിയറായിട്ട് ജോലിക്ക് കയറുവാനിടയായിട്ട് ഈ സമയത്ത് തന്നെ ദാരിദ്ര്യവും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പിതാവ് ചില ജോലികൾക്കൊക്കെ കടന്നു പോവുകയും മാതാവ് ചില ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും വലിയ കുടുംബത്തെ പുലർത്തുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ, ഇവരെയൊക്കെ പഠിപ്പിച്ച് ഒരു ആക്കിയെടുക്കുവാൻ വളരെയധികം ചെലവ് ആവശ്യമുള്ളത് ആയതുകൊണ്ട് മാതാവും കൂടെ കഠിനമായി അധ്വാനിക്കുവാൻ ഇറങ്ങി. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയപ്പോൾ മാതാവ് യേശുവിനെ കണ്ടെത്തുവാനിടയായിട്ട് ഞങ്ങൾ പാർക്കുന്ന പേരുപെട ദേശത്തിൽ എൻ്റെ ആ ചെറിയ പ്രായത്തിൽ എനിക്കുള്ള ചെറിയ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. അന്ന് ചർച്ചുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഒരു ചർച്ചിനെയാണ് ഞാൻ അന്ന് കൂടുതൽ കണ്ടിട്ടുള്ളത്, ഒരു പെന്തക്കോസ്റ്റ് ചർച്ച്. ബാക്കി CSIയും ലൂതറൻ ചർച്ചുകളൊക്കെ 1-2 ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ആത്മീയ കൂട്ടായ്മയും ആത്മീയ സഭകളും ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭകൾ അവിടെ ഇല്ല. അങ്ങനെ സുവിശേഷിക്കേണ്ട പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലഘട്ടം. എന്നാൽ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിലെ ഉപദേശിമാർ, ദേവദാസന്മാർ അമ്മയുമായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം അമ്മ യേശുവിനെ സ്വീകരിപ്പാനും വിശ്വാസ സ്നാനം ഏറ്റെടുത്തുകൊണ്ട് സഭയുമായി ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനിടയായിട്ട്. തുടർന്ന് ഞാൻ ആ സമയം 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയങ്ങളാണ്. എൻ്റെ ആ നല്ല ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഞാൻ കാണുന്നത് അമ്മയിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും ചർച്ചുമായിട്ടുള്ള ബന്ധവും സഭയിലെ വിശ്വാസികൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും അനേക ദൈവദാസന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥനകൾ അങ്ങനെ വിധമായ നിലകളിൽ ആത്മീയമായ ഒരു അന്തരീക്ഷം വീട്ടിൽ അനുഭവപ്പെടുവാനിടയായിത്തീർന്നു. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഭവനത്തിന്റെ സ്തുതികൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഈ ചെറിയ കച്ചവടം പിന്നെ വലിയ കച്ചവടങ്ങളായി. പേരുകട ദേശത്തിൽ വലിയൊരു ബിസിനസിന്റെ ആ നേതൃത്വം കൊടുക്കുന്ന നിലകളിൽ മാതാവിനെ പിതാവിനെ ദൈവം മാറ്റി തടി ബിസിനസ്സിൽ അവർക്ക് ശ്രദ്ധ വയ്ക്കുവാനും വളരെയധികം വിശാലമായ ഒരു ബിസിനസ് പേരുകട ദേശത്തിൽ ചെയ്തെടുക്കുവാൻ ആ നാളുകളിൽ ദൈവം മാതാവിനും പിതാവിനും അവസരങ്ങളൊരുക്കി. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലെ ഓർമ്മകൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്കറിയാം, രാവിലെ കട തുറന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രി വരെയും കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട്, വിറക്, തടിത്തരങ്ങൾ, മറ്റെല്ലാ വിഷയങ്ങളും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനകത്തുള്ള ദാരിദ്ര്യങ്ങളും സാമ്പത്തിക ഞെരുക്കളും ബുദ്ധിമുട്ടുകളും ഭക്ഷണത്തിനുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനും എൻ്റെ അനുജനും കുറച്ചു കാലമേ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുള്ളൂ. ഞങ്ങളുടെ ആ നല്ല ഹൈസ്കൂൾ പഠന സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു സാമ്പത്തിക സമൃദ്ധി വീട്ടിൽ വന്നു തുടങ്ങി. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുകയാണ്. അപ്പോൾ മാതാവ് ഒരു ഭാഗത്ത് വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുന്നു,
ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ 3 സഹോദരിമാരെയും ഓരോ കാലങ്ങളിലും അയക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. മൂത്ത സഹോദരൻ വിവാഹം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഗവൺമെന്റ് സർവീസിൽ ഒരു ഹെഡ് സർവേയർ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് സർവേയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഓരോ വ്യക്തികൾക്കും സ്ഥിതികൾ മാറാൻ തുടങ്ങി. ഞാൻ എന്നും വിശ്വസിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആരൊക്കെ ഏതെല്ലാം മേഖലകളിൽ എവിടെ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും അവിടെ തകർന്നു കിടക്കുന്ന ഏത് സ്തുതിയും മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം നമ്മൾ പറയുന്ന ഈ കർത്താവെന്ന് ഇന്ന് വളരെ ധൈര്യത്തോടെ പറയുവാൻ കഴിയും. അതെന്റെ ജീവിതത്തിൽ എൻ്റെ മാതാവിൻ്റെ, പിതാവിൻ്റെ, ഞങ്ങളുടെ സഹോദരങ്ങൾ കുടുംബത്തിന്റെ ഒക്കെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുവാൻ കഴിയുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കൾ, സഹോദരങ്ങൾ, വിശ്വാസത്തിൽ വന്നവരോ വരാത്തവരോ ആരും ആകട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ തകർന്നിരുന്നാലും, ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ, കുടുംബങ്ങൾ മദ്യപാനത്തിലൂടെയാണോ മറ്റു വിധമായ നിലകളിലൂടെയാണോ തകർന്നുകൊണ്ടിരിക്കുന്നതോ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്ന് എന്റെ സ്ഥിതി മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി എന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ കർത്താവിന്റെ മഹാസ്നേഹം നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഇറങ്ങി വന്ന് നിങ്ങളുടെ സ്ഥിതി മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികളൊക്കെ മാറി തുടങ്ങി. പെരുവിട ദേശം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ഉള്ള ഒരു ദേശമാണ്. അത് മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചെങ്കോട്ടയാണ്. തുറന്നു പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPM-ന്റെ ഒരു കോട്ടയാണ്. ഇവിടെ വേറൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ ഒരു സ്വാധീനം ഉള്ള ഒരു പ്രദേശമാണ് ആ പേരുവിട ദേശം. ഇപ്പോൾ ഞങ്ങൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു. ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ വളരെ നന്നായി പോകുന്നു. ഞങ്ങളുടെ വീട്ടിൽ 6 ആണുങ്ങൾ അടക്കുന്ന, പപ്പയടക്കുന്ന 7 പേരും നല്ല സ്ട്രോങ് പുരുഷന്മാർ. പിന്നെ അമ്മയുടെ 5 സഹോദരന്മാരുണ്ട്. അവരൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിലെ ചട്ടമ്പിമാരൊക്കെയാണ്. അപ്പൊ ആ പേരുവിട ദേശത്തിൽ വന്ന് താമസിക്കുന്നതെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ ഇങ്ങനെയുള്ള ഒരു ഘടകം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിലൂടെ എന്റെ ജീവിതത്തിലേക്ക് സംഭവിച്ച സംഭവങ്ങൾ ഈ രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് പോകുകയാണ്. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പൊ 8ാം ക്ലാസ്സിൽ ഞാൻ ഹൈസ്കൂളിൽ, കൺകോടിയ ഹൈസ്കൂൾ എന്ന് പറയും ആ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ശക്തമായി അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, വിദ്യാർത്ഥി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ആ പ്രവർത്തനങ്ങളുമായി വളരെ അധികം മാനസികമായിട്ട് അതിനോട് ചേർന്ന് അതിന്റെ മുന്നിൽ നിൽക്കുന്ന ലീഡർഷിപ്പിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസം, ഹൈസ്കൂളിൽ 3 വർഷവും വിശ്രമമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലേക്ക് ഞാൻ അറിയാതെ ചെന്ന് അകപ്പെട്ടു. ആദ്യം ഞാൻ ഈ CPM-ന്റെ പ്രവർത്തകനായിട്ടാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് അതിലുള്ള ചില അക്രമവാസനകളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ കോൺഗ്രസിന്റെ സംഘടനയായ KSUവിന്റെ വിദ്യാർത്ഥി പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു. അത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഈ സ്കൂൾ കഴിഞ്ഞ് നേരെ വരുന്നത് പേരൂക്കട ജംഗ്ഷനിലാണ്. പേരൂക്കട ജംഗ്ഷനടുത്താണ് ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ നടക്കുന്നത്. താമസവും അതിനടുത്താണ്. അപ്പൊ ഞങ്ങളുടെ ക്യാമ്പ് എന്ന് പറയുന്നത് പേരൂക്കട ജംഗ്ഷനാണ്. അവിടെയാണെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നടത്താൻ സ്വാതന്ത്ര്യവുമില്ല, പ്രശ്നമുണ്ടാവും. എന്നാൽ അന്നത്തെ രക്തത്തിളപ്പിൽ ഞങ്ങൾ കുറെ യുവാക്കൾ, വിദ്യാർത്ഥികൾ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. അതിന്റെ ഫലമായി ഞങ്ങളുടെ ഭാഗത്ത് വളരെ ശക്തമായ ഒരു
ആൾബലമുണ്ടാകുവാനും അതിലൂടെ തുടർന്ന് ആ ദേശത്തിൽ ഞാൻ വിശ്വസിച്ച് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലോക്കൽ തലത്തിൽ വിവിധമായ ഉത്തരവാദിത്തങ്ങളോടുകൂടെ നേതൃത്വ സ്ഥാനത്ത് വരുവാനൊക്കെ ഇടയായിത്തീർന്നു. ആ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ മാതാവും പിതാവും സഹോദരങ്ങൾ പലരും പലയിടത്തും കുടുംബങ്ങളായി മാതാവും പിതാവും പ്രായത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പലതും നമ്മുടെ സാഹചര്യത്തിൽ സമാധാനം നഷ്ടമാക്കുന്ന തരത്തിൽ സംഘടനകളും അതുപോലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്കും അതിനോടനുബന്ധിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു കോഴ്സിനും ഒക്കെ കടന്നുപോയി. ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ ഭാഗങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് 2 പ്രാവശ്യം ജോലി കിട്ടി. ഒരിക്കലും ഒരു ജോലി അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയതാണ്. വയനാട് ചെന്ന് ജോയിൻ ചെയ്യണം. അന്ന് ഞങ്ങളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന ദിവസമാണ്. അന്ന് ജോയിൻ ചെയ്യേണ്ട ഞാൻ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്യാതെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ആ ജോലി അങ്ങ് നഷ്ടമായി. പിന്നെ ജോലിക്ക് ശ്രമിച്ചില്ല. ജോലിക്ക് ശ്രമിക്കാതെ രാഷ്ട്രീയത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളോ മാനങ്ങളോ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും വീട്ടിനകത്ത് വരാതെ രാഷ്ട്രീയ ഫീൽഡിൽ അത്രത്തോളം ആൾ ബലവും സ്വാധീനവുമായിട്ടൊക്കെ ഞങ്ങളൊരു കൂട്ടം പ്രവർത്തകർ ചെറുപ്പക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മദ്യപാനത്തിന്റെ പ്രവർത്തനവും കൂടെ ആരംഭിച്ചു. സുഹൃത്തുക്കളും ഇതുപോലുള്ള ബന്ധങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോൾ സുഹൃത്തുക്കൾ വഴി തന്നെയാണ് ഈ മദ്യപാനവും കൂടെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ആ മദ്യപാനം പുറത്തറിയുമായിരുന്നില്ല, രഹസ്യമായിട്ടുള്ള മദ്യപാനമാണ്. എന്നാൽ ഇതേ സമയം തന്നെ എന്റെ മൂത്ത ചേട്ടൻ അന്ന് ലൂതറൻ ചർച്ചിൽ വളരെ ആക്റ്റീവായി അവരുടെ കുടുംബം നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. അവിടെ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ലൂതറൻ ചർച്ചുണ്ട്. അപ്പൊ എന്നോട് മൂത്ത ജ്യേഷ്ഠൻ ആവശ്യപ്പെട്ടു, നീ ചർച്ചിൽ വരണം, സഭയിലെ ആരാധനകൾ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് മടുത്ത് പറയാനൊക്കെ ഇല്ല. അതുകൊണ്ട് ഞായറാഴ്ച ആരാധനകൾക്ക് പോകാൻ തുടങ്ങി. ആരാധനകൾക്ക് പോയി ഞാൻ പോകുന്ന സമയത്ത് ആ ചർച്ചിന്റെ ഒരു പ്രത്യേകത, അതുവരെ ഈ ലൂതറൻ ചർച്ചിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫോറിനേഴ്സ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എന്നാൽ ഞാൻ ആ ചർച്ചിൽ പോയി തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു യൂത്ത് കൺവെൻഷനിൽ വെച്ച് ഒരു വലിയ സംഘടന നടന്നു. ലൂതറൻ സംഘടനയിൽ തമ്മിൽ അധികാര വടംവലിയുടെ ഒരു അടിസ്ഥാനത്തിൽ ഫോറിനേഴ്സിനൊക്കെ അടി കിട്ടി. അവരെല്ലാവരും കൂടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനോട് എത്തക്കാരെ ഏൽപ്പിച്ചിട്ട് അവര് ഇന്ത്യ വിട്ടുപോയി. അപ്പൊ 2 ഗ്രൂപ്പായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചർച്ചിൽ പോകുന്നത്. ഞാനന്ന് 20 വയസ്സിനകത്തേ ഉള്ളൂ. എന്റെ ചേട്ടൻ ആ ചർച്ചിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നു. അപ്പൊ ചേട്ടനോട് കൂടെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവര് അന്നത്തെ ആ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടം, അവരെല്ലാം ഈ മദ്യപിക്കുന്നവരാണ്. അച്ഛന്മാരും ഈ സിനഡ് പ്രസിഡന്റും ILC പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന മിക്കവാറും സിഗരറ്റും വലിച്ച് പുൽപ്പറ്റിൽ കയറുന്നതിന് മുമ്പേ സിഗരറ്റ് വലിച്ച് കളഞ്ഞിട്ട് കയറുന്നവരാണ്. മദ്യപാനം എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ ചേട്ടനോട് ചേർന്ന് സഹകരിക്കുന്നവർ ഇതിനൊക്കെ എതിർക്കുന്നവരാണ്. അപ്പൊ ഞാൻ ഇവരോട് കൂടെ ചേർന്ന്, ഞാൻ രഹസ്യമായിട്ട് മദ്യപാനം ഉണ്ടെങ്കിലും ഇവരോട് കൂടെ ചേർന്ന് ചർച്ചിൽ പോയി
ചേട്ടന്റെ സ്വാധീനത്തിന്റെ ഫലമായി എന്നെ അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആക്കി മാറ്റി, ചർച്ചിന്റെ. അപ്പൊ കുറെ നാള് ഈ മദ്യപാനവും സിഗരറ്റ് വിളിയൊക്കെ ഞാനും അങ്ങ് നിർത്തി. കാരണം നമ്മള് ഇതിനകത്തായി, ചർച്ചിനകത്തായി. അപ്പൊ അന്ന് എന്റെ കൂടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഇന്ന് ഹോമിയോ ഡോക്ടറായിട്ട് ഇരിക്കുന്ന ഒരു സഹോദരനാണ്. പുള്ളി അന്ന് അവിടെ ഹോമിയോ പഠിക്കാൻ വന്നതാണ്. പുള്ളി കുറെ ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങളും ഇപ്പൊ ഞാനും ഈ രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് കുറെ ആശയങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ഈ ഭിന്നിച്ചു നിന്ന യുവാക്കളെ ഒരുമിച്ച് ചേർത്ത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന്റെ ഒരു സർക്കിൾ മീറ്റിംഗ് വിളിച്ചു. അവിടെ കുറെ മാനസികമായി അകന്നു നിന്നവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കുവാൻ ഒരു അവസരം അന്ന് ദൈവം ഒരു പ്രവർത്തനം, അത് ദൈവിക പേരാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് യേശുവില്ല. ഞാനിതൊക്കെ ചെയ്തെങ്കിലും യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയില്ല. അത് സംഘടനാ സംവിധാനത്തിന്റെ ഒരു ഭാഗമായി, പിന്നെ ഒരു സ്ഥാനമുണ്ട്, പിന്നെ കുറെ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, പിന്നെ ഒന്ന് ഷൈൻ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതായത് കർത്താവിനെ കണ്ടെത്തിയത് കൊണ്ട്, ബൈബിൾ അറിഞ്ഞത് കൊണ്ടോ, തിരുവചനം എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ മാനസാന്തരപ്പെട്ടത് കൊണ്ടോ ഒന്നും അല്ല ഞാനിത് ചെയ്തത്. ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ കൊണ്ട്, അപ്പോ ഈ രണ്ട് ഭാഗത്ത് നിന്ന് വർക്ക് ചെയ്തു. ചർച്ചിൽ വരുമ്പോൾ അവിടുത്തെ കരോൾ കൺവീനർ ആയിരിക്കും, എക്സ്കർഷൻ കൺവീനർ ആയിരിക്കും, ആക്റ്റീവാണ്. ചർച്ചിലെ എന്താ കപ്പ്യാർ ചെയ്യുന്ന ജോലി പോലും ഞാനാണ് ചെയ്യുന്നത്, മണിയടിക്കുന്നതും പുൽപ്പിറ്റ് ഒരുക്കുന്നതും. അപ്പൊ ഇതൊക്കെ ഒരുക്കുമ്പോൾ ആ ചർച്ചിന്റെ താക്കോലിന്റെ കയ്യിലാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചർച്ചിൽ ആക്റ്റീവ് ആണെങ്കിലും രഹസ്യമായിട്ട് പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പോകുമ്പോൾ മദ്യം കൂടെ കഴിക്കും. ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചർച്ചിന്റെ വർക്കുകളോടുകൂടെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ എന്റെ മദ്യപാനത്തിന്റെ അളവ് പിന്നെ പരസ്യമായി അങ്ങ് പുറത്തു വരാൻ തുടങ്ങി. പിന്നെ എന്റെ സുഹൃത്തുക്കളുമായിട്ട് വന്ന് ഈ ചർച്ച് ഹോളിനകത്തിരുന്ന്, ഈ ചർച്ച് ഹോൾ എന്ന് പറയുന്നത് സിനഡ് ഹോളാണ്, അത് താൽക്കാലികമായിട്ട് ചർച്ച ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നു. അതിന്റെ താക്കോലെല്ലാം എന്റെ കയ്യിലുള്ളത് കൊണ്ട് രാത്രികാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ് ഞങ്ങൾ സുഹൃത്തുക്കളുമായി വന്ന് ഈ വാറ്റുചാരായം എന്ന് പറയും, വാറ്റുചാരായം വാങ്ങിക്കൊണ്ട് വന്ന് ഇതിനകത്തിരിക്കുന്ന വീഞ്ഞുമെടുത്ത് ഇതിനകത്ത് പകർന്ന് ഞങ്ങൾ മദ്യപിക്കുന്ന ഒരു ശീലമായി മാറി. അപ്പൊ ഞാനിത് പറയുന്നതിന്റെ ആശയം, ഇവിടെ പുരോഹിതന്മാർ കുടിക്കുന്നത് എനിക്കറിയാം, എന്നെ കൂടെ ചേർത്ത് കുടിപ്പിച്ചിട്ടുണ്ട്. സിനഡ് പ്രസിഡന്റുമായിട്ട് ഞാനിരുന്ന് കുടിച്ചിട്ടുണ്ട്. പുള്ളി ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടായിട്ടൊന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്, എന്നെക്കാൾ വളരെ പ്രായമുള്ള ആളാണ്. പക്ഷെ ഞാനൊരു 20 വയസ്സുകാരനായ ഒരു യൂത്ത് പ്രവർത്തകനാണെങ്കിലും ഞങ്ങളെ കൂടെ സ്വാധീനിച്ച് കൂടെ നിർത്താൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി ചർച്ചിൽ ഇലക്ഷന് നമുക്കിതറിയില്ല. അപ്പൊ നമ്മളിതൊക്കെ ചെയ്തു. യേശുവിനെ അറിയാത്ത ഈ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. പിന്നെ ഈ ചർച്ചുമായിട്ട് മദ്യപാനം കൂടിയപ്പോൾ, ലഹരി കൂടിയപ്പോൾ ചർച്ചിന്റെ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്ന് ഞാൻ അങ്ങ് വെളിയിലായി, പുറത്തായി. പിന്നെ അതിനകത്ത് ചർച്ചിനകത്ത് വരണമെന്നുള്ള ഇല്ല, ചർച്ച് സൺഡേ സർവീസിനോ ഒന്നും ഞാൻ പോകാറില്ല, മറ്റല്ല ഒരു പ്രവർത്തനത്തിൽ പോകാറില്ല. ചർച്ചിലെ വിശ്വാസികളെ കണ്ടാൽ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്റെ ലൈഫ് മുന്നോട്ട് കടന്നുപോയി. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മുൻതൂക്കം, ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്. അവിടെയും പ്രശ്നങ്ങളാണ്. 1982 ഞങ്ങളും എതിർകക്ഷികളുമായിട്ടുണ്ടായ ഒരു വലിയ അടിയുടെ ഫലമായി 82 മന്ത്രിസഭ പോലും രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ആ സംഭവഗതികൾ വളർന്നു വന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ പല സമയങ്ങളിലും രാത്രികളിൽ ആക്രമണം നടക്കും, സ്ഫോട വസ്തുക്കൾ വലിച്ചെറിയും. ഇന്ന് വലിയ ബോംബുകളാണെങ്കിൽ അന്ന് ബോംബല്ല, ഈ എറിപ്പടക്കങ്ങളിൽ കുപ്പിച്ചില്ലൊക്കെ ചുറ്റി തുണി കൊണ്ട് കെട്ടി, അന്നത്തെ ബോംബൊക്കെ അതൊക്കെയാണ്. ഞങ്ങളല്ല, എതിർകക്ഷികൾ. ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് 6 വർഷം ഈ അടി അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടേയിരുന്നു.
അടി നടക്കുമ്പോൾ ഞാനും എന്റെ അനുജനും ഞങ്ങൾ വീട്ടിൽ വരില്ല, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പിലൊക്കെ ചെന്ന് കിടക്കും. പക്ഷെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതാവും പിതാവും വീട്ടിലുള്ള മറ്റ് സഹോദരങ്ങളും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു, അതിന്റെ കൂടെ മദ്യപാനവും ലഹരിയും എന്റെ ജീവിതത്തിൽ. മുന്നോട്ട് പോകും തോറും ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ അന്ന് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ വീട്ടിൽ വരുമ്പോൾ സൈലന്റ് ആണ്, ചുരുക്കമേ വരാറുള്ളൂ. ഈ സമയത്ത് എന്റെ വിവാഹത്തിന്റെ ആലോചനകളുമായി കുടുംബം മുന്നോട്ട് വരികയാണ്. ഞാൻ ആദ്യമൊക്കെ അതിന് ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ മാതാവിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും എപ്പോഴും കരഞ്ഞ് കരഞ്ഞ് പറയുന്ന കരച്ചിൽ കേട്ട് കേട്ട് അവസാനം ഞാൻ സമ്മതിച്ച് പെണ്ണ് കാണാൻ തുടങ്ങി. 30ഓളം ആൾക്കാരെ കണ്ടു. ഒരു കുട്ടിയെ ഒഴിച്ച് ബാക്കി 29നെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടു, പക്ഷെ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ, പരിസരം അന്വേഷിക്കുമ്പോൾ നല്ല റിപ്പോർട്ടാണ് കിട്ടുന്നത്. അങ്ങനെ 29 സംഭവങ്ങളും പിരിഞ്ഞങ്ങ് പോയി, അലസി പിരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കെ മാതാവിന് പിന്നെ എന്നും കണ്ണീരാണ്. അമ്മ ഈ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അന്യഭാഷയിലൊക്കെ സന്ധ്യയിലിരുന്ന് വീട്ടിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ്. പ്രത്യേകിച്ച് ഈ അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ ഈ ഉറച്ച് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ വിഷയങ്ങൾ. ഈ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ലോകം മുഴുവൻ അറിയാം. പക്ഷേ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ വിഷയങ്ങൾ നാട്ടുകാരെ അറിയില്ല, അയൽക്കാരെ അറിയുമില്ല. അതുകൊണ്ട് അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് ധാരാളം അമ്മയെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്, എന്തിനാ നിലവിളിക്കുന്നത്, കരയുന്നത് എന്നൊക്കെ കേട്ട് പരിഹസിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളി, എന്തുകൊണ്ട് അവർ നിലവിളിക്കുന്നു, എന്തുകൊണ്ട് അവർ കരയുന്നു. അവർ കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പ് ഉള്ളവരാണ് നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എവിടെയൊക്കെ നിലവിളി ഉയർന്നിട്ടുണ്ടോ, എവിടെയൊക്കെ കണ്ണുനീർ വീഴ്ന്നിട്ടുണ്ടോ, അതൊക്കെ ദൈവം തുരുത്തിയിൽ നിറഞ്ഞ് ശേഖരിച്ച് നിറഞ്ഞ് കവിഞ്ഞ് അവിടെ നിലവിളിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഈ TV-യിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, മക്കളെ ഓർത്താരെങ്കിലും എവിടെയെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ തലമുറകളുടെ മദ്യപാനമാകട്ടെ, വഴിപിഴച്ച ജീവിതമാകട്ടെ, തകർന്നുപോയ ജീവിത ബന്ധങ്ങളാകട്ടെ, ഏത് സാഹചര്യത്തെയാണെങ്കിലും നിലവിളിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതുവരെയും സംഭവിക്കാത്ത വിടുതലുകൾ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുമെന്ന് ഈ രാത്രിയിൽ എനിക്ക് ധൈര്യമായി കേൾവിക്കാരോട് പറയുവാൻ കഴിയും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടു, ചെങ്കടൽ തുറന്നതുപോലെ ഇന്ന് രാത്രിയിലും ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ഹല്ലേലൂയ രണ്ടായി വിഭജിച്ചുകൊണ്ട് പുതിയ വഴികളെ തുറക്കുവാൻ സ്വർഗം മതിയായവനാകുന്നു. അപ്പോൾ മാതാവിന്റെ നിലവിളി ശക്തമായി പ്രാർത്ഥനയും നിലവിളിയുമാണ്. അതോടൊപ്പം തന്നെ ദൈവദാസന്മാർ പലരും വീട്ടിൽ വന്നുള്ള ഉപവാസ പ്രാർത്ഥനകളും അവരുടെ കൂട്ടമായ പ്രാർത്ഥനകൾ. ഈ നാളുകളിൽ ആണ് എൻ്റെ വിവാഹത്തിന്റെ, ഇന്ന് എൻ്റെ ഭാര്യയായിരിക്കുന്ന അവളെ ഞാൻ ചെന്ന് കാണുന്നതും പരസ്പരം ഇഷ്ടപ്പെട്ടു. അവരും വന്നു, അന്വേഷിച്ചു, റിപ്പോർട്ട് അവർക്ക് കിട്ടി. പക്ഷേ അവരുടെ സഹോദരനോട് എൻ്റെ ചേട്ടനെ ഒരു ഉറപ്പ് പറഞ്ഞു, ലോകമറിയുന്ന ഒരു സഹോദരനായിരിക്കും അവൻ, നിങ്ങൾ അവനെ ആ കുട്ടിയെ അയക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ലോകമറിഞ്ഞില്ല എങ്കിലും അടുത്തുള്ള ചിലരെങ്കിലുമൊക്കെ അറിയത്തക്ക വിധത്തിൽ ഈ നാളുകൾ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. ഞങ്ങൾ ചെന്ന് കണ്ടു, വാക്ക് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. വരാനിരിക്കുമ്പോൾ അവർ മെയ് മാസം
അതെ, ഒക്ടോബർ മാസം, അതെ, ഒരു ചൊവ്വാഴ്ച വ്യാഴാഴ്ച വരാനിരിക്കുമ്പോൾ 88-ൽ ഒക്ടോബർ മാസം ഒരു വ്യാഴാഴ്ച വരാനിരിക്കുമ്പോൾ ചൊവ്വാഴ്ചയിൽ അമ്മയ്ക്ക് പെട്ടെന്ന് BP ഓവറായി, നെഞ്ചിനകത്തൊരു വെയിൻ പൊട്ടി, അൺകോൺഷ്യസ് ആയി, ഇന്നർ ബ്ലീഡിംഗ് ആണ്. പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്നർ വെയിൻ പൊട്ടിയിരിക്കുകയാണ്, ഇന്നർ ബ്ലീഡിംഗ് ആണ്, ഒന്നുകിൽ പാരലൈസിസ് ആകും, അതല്ലെങ്കിൽ ഡെഡ് ആകും, മരിക്കും. നിങ്ങൾക്കിനി ചികിത്സിക്കേണ്ട വിഷയമില്ല, ഹോപ്പില്ല. അപ്പോൾ ആശുപത്രിയിൽ, എന്റെ വീട്ടിൽ തൊട്ട് അപ്പുറത്താണ് ഈ പ്രൈവറ്റ് ആശുപത്രി. അപ്പോൾ എന്റെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ വിവാഹം കാണണം. കാരണം അമ്മയ്ക്ക് മനസ്സിലായി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, വിവാഹം കാണണമെന്നുള്ളൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ച വൈകുന്നേരമായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാണ്, കമ്പൽസറി ഡിസ്ചാർജ് ചെയ്യാണ് അവര്, കാരണം അവിടെ കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുക, വേറെ ഹോപ്പില്ല. അപ്പൊ എന്റെ പിതാവും മൊത്ത ചേട്ടനും ഒക്കെ ചിന്തിച്ചു, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയാൽ വ്യാഴാഴ്ചയിൽ നടക്കുന്ന വിവാഹത്തിന്റെ കാര്യമൊക്കെ മുടക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി. ആംബുലൻസിൽ പോകുമ്പോൾ തന്നെ വഴിയിൽ വെച്ച് അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നെ എവിടെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് മുഖത്ത്. കണ്ണടച്ചാണ് കിടക്കുന്നതെങ്കിലും മുഖത്തൊരു ചിരിയാണ്. കാരണം അമ്മ തിരിച്ചു വരികയില്ലെന്ന് അമ്മയ്ക്കറിയാം. ഇവിടെ ആശുപത്രിയിൽ വെച്ച് തന്നെ ചൊവ്വാഴ്ചയിൽ വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന മക്കൾക്കൊക്കെ ചർച്ചിൽ പോകുന്നവരുണ്ടെങ്കിലും പാടാനുള്ള ഒരു മൂടായിരുന്നില്ല. എന്നാൽ അവിടെ ഒരു ഉപദേശി വന്നു. ആ സമയത്ത് അദ്ദേഹം പാടി പ്രാർത്ഥിച്ചു. അപ്പോഴമ്മ കണ്ണടച്ച് കിടക്കുകയും. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചു. എന്തായാലും ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ ഓക്സിജൻ കൊടുത്തു, കിടക്കുകയാണ്. ബുധനാഴ്ച കഴിഞ്ഞു. വ്യാഴാഴ്ചയിൽ ഈ വിവാഹത്തിന്റെ ആലോചനകളുമായി അവളുടെ സഹോദരനും ചേച്ചിയുടെ ഭർത്താവും രണ്ടുപേരെ വന്നോളൂ, ഈ വിഷയങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട്. അത് വീട്ടിൽ വന്ന് ചുമ്മാ ഒരു വാക്ക് പറഞ്ഞ് മാരേജ് അങ്ങ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ എന്റെ മൂത്ത ജ്യേഷ്ഠനോടൊപ്പം കടന്നുപോയി. അമ്മയോട് പറഞ്ഞമ്മ ഇതുപോലെ ജയ എന്ന വീട്ടിൽ വിളിക്കുന്നു, ജയയുടെ വിവാഹ പാർട്ടി വന്നു. അപ്പൊ കണ്ണടച്ച് കിടന്ന മാതാവ് ഇങ്ങനെ മനസ്സിൽ അത് ഇങ്ങനെ ഒരു മൂളൽ, ആ എന്ന് പറഞ്ഞ് മുഖത്ത് അങ്ങൊരു പ്രകാശം വന്നു. ആ നിമിഷം തന്നെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു, കർത്തസനയിൽ ചേർക്കുവാനിടയായി. ആ ദിവസം മുതലാണ് യഥാർത്ഥത്തിൽ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖം അതെന്തുമാത്രം ആഴമേറിയതാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത്. അതുവരെയും മാതാവിന്റെ കണ്ണുനീര് നമ്മൾ കണ്ടില്ല, അവിടെ ദുഃഖം അറിഞ്ഞില്ല, അവിടെ നിലവിളി അറിഞ്ഞില്ല, മാനസിക സംഘർഷങ്ങൾ അറിഞ്ഞില്ല. നാം നമ്മുടെ വഴികളിലൂടെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഞാൻ അതിന്ന് മനസ്സിലാക്കുന്നു, നമ്മെ പിശാച് മറുത്ത് മോഷ്ടിച്ച് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവചനം എന്ത് വളരെ ശക്തമായിട്ടാണ് അവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ TV ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളോടും പ്രിയപ്പെട്ടവരോടും പറയുവാനുള്ള ഒരു സന്ദേശം ഇതാണ്. മദ്യപാനത്തിലൂടെ പലവിധമായ വിഷയങ്ങളിലൂടെ പിശാചാകുന്നവൻ കുടുംബങ്ങളെയും തലമുറകളെയും വിവിധമായ നിലകളിൽ അവിടെ എല്ലാ നന്മകളും മോഷ്ടിച്ചും ആർത്തും മുടിച്ചും കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു പരിഹാര ക്രിയയില്ല, ഒരു കർമ്മമാർഗമില്ല. അടുത്ത ഭാഗം യേശു പറയുന്നു, ഞാനോ വന്നത് ജീവനെ തരുവാൻ, സമൃദ്ധിയായി തരുവാൻ. ഇന്ന് ഞാൻ അത് അനുഭവിക്കുന്നു. ഒരു നാളിൽ മാതാവിന്റെ ആ വേർപാട് എന്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളിലേക്ക് എന്നെ തള്ളിവിട്ടു. മാതാവിന്റെ അടക്കശിലയിൽ ഞാൻ ആ ദുഃഖം താങ്ങാതെ ബോധം കെട്ടു വീണു എന്ന് മനസ്സിലാക്കുക. വേറെ ആർക്കും അത് സംഭവിച്ചില്ല. പക്ഷെ അത്രത്തോളം മാതാവിനെ വേദനിപ്പിച്ച ആളെന്ന നിലയ്ക്ക് മാതാവിന്റെ വേർപാടിന്റെ ദുഃഖവും എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ. സഹിക്കുവാൻ കഴിയാതെ, താങ്ങാൻ കഴിയാതെ ഞാൻ ആ കുഴിയിൽ ബോധം കെട്ടു വീണു.
7 ദിവസം എന്റെ വീട്ടിനകത്ത് എല്ലാ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ആ ദുഃഖം നമുക്കൊരു പരിധിവരെ ആ സാഹചര്യങ്ങൾ മറന്നിരിക്കുവാനിടയായി. എന്നാൽ 7 ദിവസം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയപ്പോൾ ആ ശൂന്യത ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മാതാവ് നഷ്ടപ്പെട്ടപ്പോൾ, വീട്ടിനകത്തുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം നിലച്ചപ്പോൾ, സ്തോത്രത്തിന്റെ സ്വരം നിലച്ചപ്പോൾ, അന്യഭാഷയുടെ ശബ്ദം നിലച്ചപ്പോൾ, അന്ധകാരം കേറിയ ആ സാഹചര്യം നമുക്ക് തിരിച്ചറിയുവാൻ, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കി അതുവരെയും അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സമാധാനം, ഒരു സന്തോഷം അവിടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ആ ദുഃഖം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ സുഹൃത്തുക്കളുമായി, അടുത്ത വീട്ടിന്റെ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, ആ സുഹൃത്തുക്കളുമായിട്ട് ചെന്നിരുന്നു. ഒരു ഫുൾ ബോട്ടിൽ വാങ്ങി കുടിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. ഈ 7 ദിവസം കുടിച്ചിട്ടില്ല. അന്ന് രാത്രി കണ്ണുനീരോടുകൂടെ വീട്ടിൽ വെച്ച ആഹാരം കഴിച്ചു. തുടർന്ന നാളുകളിലും ഈ മദ്യപാനം തുടർന്നു പഠിച്ചു. വീട്ടിൽ വരുമ്പോൾ ഒരു ശൂന്യത, മാതാവില്ലാത്ത വീട്, വേദന, നിരാശ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിതാവിനോടും മൊത്ത ജ്യേഷ്ഠനോടും പറഞ്ഞു, വിവാഹം നിശ്ചയിച്ചിരിക്കുന്നല്ലോ, ആ വിവാഹം വേഗത്തിൽ നമുക്ക് നടത്തണം. ഞാൻ ചിന്തിച്ചത്, വീട്ടില് ഭാര്യ വരുമ്പോൾ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, വിവാഹം കഴിഞ്ഞാൽ ഈ ശൂന്യത മാറും എന്ന് ഞാൻ ചിന്തിച്ചത് യഥാർത്ഥത്തിൽ അത് മൗഢ്യമാണ്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ശൂന്യത മാറുകയുള്ളൂ. അതുവരെയും ഏത് മനുഷ്യന്റെ ഹൃദയം ശൂന്യതയിലായിരിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത നാളുകളിൽ ബാംഗ്ലൂരിൽ ഒരു മനുഷ്യൻ, മലയാളി, കോൺഫിഡന്റൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ, കോടീശ്വരനായ ഒരു മനുഷ്യൻ, കഠിനാധ്വാനത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെയും അവരുടെ ജീവിതത്തിന്റെ ശൂന്യത മാറ്റുവാൻ കഴിയാതെ ഒരു വെടിയുണ്ടയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ലോകത്തിന്റെ എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്റെ ശൂന്യത മാറുന്നില്ല. പദവി ഉണ്ടെങ്കിൽ ശൂന്യത മാറുന്നില്ല. അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, ദേശത്തിൽ നല്ല പ്രശസ്തി ഉണ്ടെങ്കിൽ ശൂന്യതകൾ മാറുന്നില്ല. ഈ സമയം എനിക്ക് പറയുവാനുള്ളത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ മാറണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ മനുഷ്യന്റെ ശൂന്യത മാറുകയുള്ളൂ. ആത്മഹത്യ ചിന്തയിൽ ഈ ലൈവിൽ കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആത്മഹത്യ മനോഭാവത്തോടെ ചിന്തയിൽ കടന്നു പോകുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാനോ നീയോ മരിക്കേണ്ടവരെല്ലാം എനിക്ക് പകരമായി, നമുക്ക് പകരമായി കാൽവരി കൊലമരത്തിൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് ജീവപര്യന്ത മരണഭയത്തിൽ കിടന്ന മാനവജാതിയെ മുഴുവനും വീണ്ടെടുത്തവനായ യേശുക്രിസ്തുവിന്റെ ആ കൃപ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ മരണത്തിന്റെ ബന്ധനം നിന്നെ വിട്ട് അഴിഞ്ഞു മാറും, നിന്നെ ജീവനിലേക്ക് നയിക്കും. ഇവിടത്തെ ജീവൻ മാത്രമല്ല, മരണാനന്തരം നിത്യജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ജീവന്റെ നായകനാകുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പോടെ പറയുന്നു, നമ്മുടെ ശൂന്യതകൾ മാറും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ നിരാശകൾ മാറും, ആത്മഹത്യ ചിന്തകൾ മാറും, മരണ ഭയം മാറും. പിശാചി വെച്ചിരിക്കുന്ന അവന്റെ നുഖങ്ങളെല്ലാം തകർന്നു ഉടയും. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ രാത്രിയിൽ ഈ ലൈവിലൂടെ, ഈ ടെസ്റ്റിമണിയിലൂടെ, ഈ ഹല്ലേലൂയ സമയം മാത്രമല്ല, ഇത് എപ്പോഴൊക്കെ ആരൊക്കെ കേൾക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ശൂന്യതകളെയും മാറ്റുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഞാൻ ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. ശൂന്യതകളെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു വിവാഹ ജീവിതത്തിൽ. എന്നാൽ വിവാഹ ജീവിതം പെട്ടെന്ന് 1988 ജനുവരി 25 മാതാവിന്റെ മരണം ഒക്ടോബർ 31. ഹല്ലേലൂയ. 88 ജനുവരി 25 വിവാഹം നടന്നു. ചില നാളുകളൊക്കെ ഈ മദ്യപാനമൊക്കെ നിർത്തി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചു.
ഹാലലിയ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു. ഒരു 15 ദിവസം മദ്യത്തിനൊക്കെയും ഗുഡ് ബൈ പറഞ്ഞു. എന്നാൽ 15-ാം ദിവസം ഹാലലിയ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് വിരുന്നിന് വിളിച്ചു. ഞാനും എന്റെ ഭാര്യയും കൂടെ വിരുന്നിന് പോയി. ആ വിരുന്നിന് പോയ സ്ഥലത്ത് അടുത്തൊരു ക്ഷേത്രമുണ്ട്. ഞങ്ങളൊക്കെ പെരുകടയിൽ ഉത്സവ സമയങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്ര പറമ്പുകളൊക്കെ. അവിടെ എല്ലാ ക്ഷേത്ര പറമ്പുകളിലും ഉത്സവങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. അവിടെ അന്ന് ഉത്സവം നടക്കുന്ന ഒരു സീസണായിരുന്നു. എന്റെ ഭാര്യയെ കൊണ്ട് അവിടെ വീട്ടിലിരുത്തി ഭക്ഷണമൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഞങ്ങൾ നേരെ ആ ഉത്സവ പറമ്പിൽ അവിടെ പോയി മദ്യം കഴിച്ച് ബോധമില്ലാതെ ആ വിരുന്ന് ഭവനത്തിൽ വന്നു. എന്റെ ഭാര്യ അന്ന് മനസ്സിലാക്കിയാണ് അവളുടെ ജീവിതത്തിൽ കിട്ടിയ ജീവിത പങ്കാളി ഒരു വെറും മദ്യപാനിയാണ് എന്നുള്ള ബോധ്യം അവൾക്ക് വന്നു. അത് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഹാലേലുയ മദ്യപാനത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. സമയം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ താളം തെറ്റി, ബന്ധങ്ങളൊക്കെ താളം തെറ്റി, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പരാജയമായി, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആത്മഹത്യ മനോഭാവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു വാഹനമുണ്ട്. ആ വാഹനം ഞാൻ പലപ്പോഴും മദ്യപിച്ച് ബോധമില്ലാതെ അർദ്ധരാത്രിയിലൊക്കെ ഹൈസ്പീഡിലൊക്കെ ഓട്ടിച്ചു പോകും. എന്തിനാ ഞാൻ ഓടിക്കുന്നത്? ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഇടിച്ച് മരിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. എന്നാൽ ഓരോ ദിവസവും രാവിലെ ഉണർന്നാൽ നിൽക്കുമ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന് അത് വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴും പലയിടങ്ങളും പറയാറുള്ളത് ഒരു സ്വഭാവമാണ്. കർത്താവിന് എന്നെയും എന്റെ കുടുംബത്തെയും ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് വിട്ട പിശാച് തകർത്ത് കളയുവാൻ, മരണത്തിലൂടെ വിവിധമായ നിലകളിൽ നശിപ്പിച്ച് കളയുവാൻ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും വെല്ലുവിളിച്ചപ്പോൾ ആ കാലങ്ങളിലൊക്കെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അനർത്ഥങ്ങൾ വരാതെ വണ്ണം, അപകടങ്ങൾ വരാതെ വണ്ണം ദൈവം തന്റെ കൈകളിൽ സൂക്ഷിച്ചിരുന്നു. അതിൽ തിരുവെഴുത്ത് പറയും പോലെ ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തുവിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ വേർചൊല്ലി വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഹാലലൂയ. ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ ഈ ടെസ്റ്റ് മണി കേൾക്കുന്ന ഓരോ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ഹാലലൂയ, നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, ഏത് പ്രദേശവാസികളോ ഭാഷക്കാരോ ദേശക്കാരോ എന്ന വ്യത്യാസമില്ലാതെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. എന്നാൽ ആ പദ്ധതി നമ്മിൽ കിടക്കുമ്പോൾ അന്ധകാര ശക്തികൾ അതിനെതിരെ വെല്ലുവിളികൾ ഉയർത്തി നശിപ്പിച്ചു കളയുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി കിടക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ആ ദൈവിക പദ്ധതി ആ വ്യക്തിയിൽ പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർക്ക് ഈ ലോകത്തിൽ നിന്നും ഒരു വേർപാടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞു. മുമ്പോട്ട് പോകുമ്പോൾ ഭാര്യ കൺസ്യമായി. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ഹല്ലേലൂയ. എന്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ കുഞ്ഞ് ജനിച്ചു. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിയുമ്പോൾ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് അവൾ കുഞ്ഞിനെയും വെച്ച് രാവിലെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടി. അപ്പോൾ രാവിലെ അവൾ അടുക്കളയിൽ മകളെയും കയ്യിൽ വെച്ച് ചായ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് നിലത്ത് വീണു. ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നു. പക്ഷെ കുഞ്ഞിനൊരു പരിക്കും വരാതെ അവളെ സുരക്ഷിതമായി എടുത്തിരുത്തിയിരിക്കും പോലെ അവൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാകാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. വീണ്ടും പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാനൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഇനാഗ്രേഷൻ നടക്കേണ്ട ദിവസം, അന്ന് രാവിലെ ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾ അബോധാവസ്ഥയിൽ വീണ്ടും വീണു. ചുവരിൽ ഒരു ഭാഗത്ത് ഇടിച്ചു. ഫ്രണ്ടിലുള്ള 2 പല്ല് സ്പോട്ടിൽ അങ്ങ് ഇളകി.
അപ്പോൾ നമ്മൾ നേരിട്ട് കാണുകയാണ് അപസ്മാര രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു വിഷയത്തിൽ ബാധിക്കപ്പെട്ടവളായിട്ടാണ് മനസ്സിലാക്കിയത്. പെട്ടെന്ന് രക്തക്കളമായി 2 പല്ലുകൾ പെഴുതങ്ങ് വീഴുകയാണ്. അത് ആ കടയുടെ ഇനാഗുറേഷനൊക്കെ നടന്നുവെങ്കിലും ജീവിതം പിന്നെ അന്ന് മുതൽ മറ്റൊരു നിലവിലേക്ക് സമാധാനമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ രോഗം, പ്രശ്നം. തുടർന്ന് ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു. രോഗം എന്താണെന്ന് അവർ മനസ്സിലാക്കി, മരുന്നുകൾ തന്നു. ആ മരുന്നുകൾ കഴിച്ചിട്ടും പരിഹാരമില്ല, പ്രശ്നം വർദ്ധിക്കുന്നു. എപ്പോഴാണ്, ഏത് സമയത്താണ്, എവിടെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ തുടർമാനമായി മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെ അത് ബാധിക്കുന്നു, അവരുടെ സംരക്ഷണം ബാധിക്കുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. വീട്ടിലെ കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ. ഒരു ഭാഗത്ത് ഞാനിത് ശ്രദ്ധിക്കുന്നെങ്കിലും മാനസികമായിട്ടുള്ള വേദനകൾ വർദ്ധിച്ചു. പിന്നെയും മദ്യത്തിന്റെ അഡിക്ഷൻ വർദ്ധിക്കുക. സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെയും ആ നിലകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറെ നാളുകൾ ഇങ്ങനെ തുടരുകയാണ്. ഏകദേശം 2 വർഷത്തോളം, 1.5-2 വർഷത്തോളം ഈ വിഷയം ഇങ്ങനെ തുടരുകയാണ്. എന്റെ വേദനകളോ എന്റെ പ്രയാസങ്ങളോ ഞാൻ ആരോടും പറയുന്നില്ല. ആരോടും പങ്കുവച്ചാലും നമുക്ക് പരിഹാരമില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. മോള് വളർന്നുകൊണ്ടിരിക്കുന്നു, അവളെ കുറിച്ചുള്ള ആകുലതകൾ വരുന്നു. അവളെ സ്കൂളിൽ അയക്കേണ്ട സമയങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി, നമ്മുടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു. എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് ലൈഫ് മുന്നോട്ട് പോകുന്ന ടൈം എന്റെ ഒരു സഹോദരി വന്നു. ജസ്റ്റ് ഒരു ദിവസം രാത്രിയിൽ വന്ന് നിന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീടിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ ഭാര്യ അവിടെ അയച്ചു കഴിഞ്ഞാൽ അവിടെ രോഗികളൊക്കെ സൗഖ്യമാക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. ദൈവം അവിടെ സൗഖ്യമാക്കുന്നത്. അപ്പൊ ഞാൻ അവസാനത്തെ കച്ചിത്തിരിമ്പെന്ന നിലയിൽ ഞാൻ അവിടെ കടന്നുപോയി. അവളെയും കൊണ്ട് മോളുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. അവിടെ പോയപ്പോൾ അവിടെ ഭൂതങ്ങളൊക്കെ നിലവിളിക്കുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഇതൊക്കെ കാണാനിടയായിത്തീർന്നു. കണ്ടുവെങ്കിലും എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും ഞങ്ങൾക്കൊരു ഡെലിവറൻസ് കിട്ടിയില്ല. അങ്ങനെ എന്റെ സഭയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ വെയിറ്റ് ചെയ്തു, ആ പ്രാർത്ഥനകളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവിടെ ഒരു വൈനാട്ടിൽ പ്രേയർ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് 2 വാക്ക് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല സ്റ്റേജുകളിലൊക്കെ നമ്മൾ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്നിട്ടില്ല. വളരെയധികം ബുദ്ധിമുട്ടി പുള്ളി പറഞ്ഞപ്പോൾ. അവസാനം പുള്ളി നിർബന്ധിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന് 2 സാക്ഷ്യ വാക്കുകൾ എന്തൊക്കെ പറഞ്ഞു, ഓർമ്മയില്ല. അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ആ ചർച്ചിന്റെ അടുത്ത്, ഈ ആരാധന സ്ഥലത്തിന്റെ അടുത്ത് ഒരു തിങ്കളാഴ്ച ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. ഒരു വീട്ടിനകത്താണ്. അവിടെ നിന്ന് ശിരൂടേക്ക് വന്നത് എഡ്വേർഡ് ക്ലമന്റ് എന്ന ഒരു ദൈവദാസൻ. ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ഫുൾ ടൈം ദൈവവേല ചെയ്യുന്ന, ഇന്നും അദ്ദേഹം കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ആളാണ്. നല്ല ഒരു യൗവനക്കാരൻ, MA പാസ്സായ മനുഷ്യൻ. 35 വർഷങ്ങൾക്ക് മുമ്പേയുള്ള കാര്യമാണ്. സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. എന്നാൽ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ദൈവവേല ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സാക്ഷ്യം അത്രയാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാനവിടെ ഒരു മൂലയിൽ ഒരു ബെഞ്ചിൽ ഒരു അറ്റത്തിരുന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന അദ്ദേഹം ജോസഫിനെ കുറിച്ചുള്ള ഒരു സബ്ജക്റ്റാണ് പ്രസംഗിച്ചത്. വചനമൊന്നും പിടികിട്ടില്ല എങ്കിലും വിഷയം അതായിരുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എന്റെ ചിന്തയിൽ കുറെ മാറ്റം വന്നു. ഞാൻ ചെറിയ പ്രായം തൊട്ട് കണ്ടു തുടങ്ങിയത് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്നവരെല്ലാം
കീറിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന പാവപ്പെട്ട ഉപദേശിമാരാണ്. അപ്പൊ അന്ന് നമുക്ക് ഈ അഹങ്കാരവും നികളവും ഒക്കെ മത്ത് പിടിക്കാനൊക്കെ ഇല്ലേ, നമ്മളാണ് എന്തൊക്കെയാണെന്നുള്ള തോന്നലാണ്. ഇന്നും പലരും കർത്താവിന്റെ ഭാഗത്ത് വരാത്തത് എന്താ? എന്തൊക്കെ തോന്നലാണ് അവർക്ക്. ആ തോന്നലാണ് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഈ പെന്തക്കോസ്തുകാര് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു തൊഴിലാക്കി വളർത്തി. അതുകൊണ്ട് നമ്മൾ ഇവരെ മൈൻഡ് ചെയ്തില്ല വലുതായിട്ട്. പക്ഷെ ഈ മനുഷ്യന്റെ സാക്ഷി കേട്ടപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞില്ല, എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. അവർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യൻ, സബ് ഇൻസ്പെക്ടർ എന്ന ജോലി കിട്ടിയിട്ടും, ഷൈൻ ചെയ്യത്തക്ക ജോലി കിട്ടിയിട്ടും അത് വേണ്ടിയിട്ട് ഈ ബൈബിളുമായി നിൽക്കുന്നുവെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു സത്യമുണ്ട്. ഇതാണ് എന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത ഒരു ചിന്ത. ഇത് ഞാൻ എന്റെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ദൂത് ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ പറയുകയാണ്, ദൈവം ബ്രദറിനെ വിളിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ കരങ്ങൾ ഉപയോഗിക്കും. നേരത്തെ മറ്റേ ചിന്ത എനിക്ക് വന്നെങ്കിലും ഇപ്പോൾ എനിക്ക് വേറൊരു ചിന്തയാണ് ഈ ദൂത് കേട്ടപ്പോ. ഇതുവരെയും പറയാത്ത ഒരു കാര്യം ഇങ്ങനെ എന്തോ കുഴപ്പമാണ്. കാരണം ദൈവവേല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയമാണ്. മാനഘട്ട ജോലി എന്ന അന്നത്തെ ചിന്ത. ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ഇത്രയും തേജസ്സുള്ള ഒരു ജോലി ലോകത്തിൽ വേറെ ആർക്കുമില്ല. അതുകൊണ്ട് കർത്താവിന്റെ വേലക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നമുക്ക് നന്ദിയോടെ ഓർക്കാനേ കഴിയൂ. കാരണം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യമാണ് ആ സ്വർഗീയ ദൗത്യം. ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പിന്നെ ദൂത് തുടരുകയാണ്. ദൂത് തുറന്നുകൊണ്ടിരിക്കും, ബ്രദറിനെ കർത്താവ് വിളിക്കുന്നു, ദൂത് ഏറ്റെടുക്കുക. അപ്പൊ ഈ സമയത്ത് എന്റെ ശരീരത്തിൽ ഒരു ഷിവറിങ് ആരംഭിച്ചു, ഒരു ചൂട് അനുഭവപ്പെട്ടു. അപ്പൊ ഞാനത് കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയും, ജീവിതത്തിനകത്ത് ഭയങ്കര ദുഃഖമാണെങ്കിലും നമ്മുടെ അഭിമാനം വിട്ടുകളയാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശരീരമൊക്കെ വിറയ്ക്കുന്നു, ഞാനത് കൺട്രോൾ ചെയ്യുന്നു, ഒരു വലിയ ചൂട് അനുഭവപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം ഈ ദൂതിലൂടെ ഇടയ്ക്ക് എന്നോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ കുറിച്ച് പുള്ളി ഈ ചില ക്ലാസുകൾ കൊടുക്കും പോലെ പറയുന്നു. ചിലരുടെ മേൽ അഭിഷേകം ഇങ്ങനെ ശക്തിയോടെ വരും, ചിലർക്ക് ഒരു ഷിവറിങ് പോലെ ആയിരിക്കും, ചിലർക്ക് ഒരു ചൂട് പോലെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ചിന്തിക്കുന്ന അന്നത്തെ ആ മീറ്റിംഗ് എനിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ആരാധനയായിരുന്നു. അന്ന് ഞാൻ ആ ദൂതുകളൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ എന്നിട്ടും ചൂടുണ്ടെന്നോ വിറയിൽ വന്നെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ആരാധന കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനും ഭാര്യയെ കൃത്യമായി ചെന്ന് നിന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. എന്റെ ലക്ഷ്യം എന്താ? സൗഖ്യം കിട്ടണം, എന്നിട്ട് പഴയതുപോലെ ജീവിക്കണം. കർത്താവിന്റെ പദ്ധതി എന്താ? എന്നെ പിടിച്ചെടുക്കണം. അതിനാ ദൈവം ഈ ചൂണ്ടയിട്ടത്. നമുക്കതറിയില്ല, പിന്നീട് മനസ്സിലായത് ഈ വലിയ ചൂണ്ട എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇട്ടതെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, കർത്താവിന് വേണ്ടി നിൽക്കണം, ദൈവം ഉപയോഗിക്കും, ദൈവങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല, കാര്യങ്ങളൊക്കെ കേട്ടു. എന്നിട്ട് അദ്ദേഹം ഒരു ആരാധനയെ കുറിച്ച് പറഞ്ഞു. ആ മാസം 1991 മെയ് മാസം 31-ാം തീയതി ചെമ്പൂർ പ്രദേശത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയർ നടക്കുന്നു. 2000 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിലേക്ക് വരണം എന്ന് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ അവിടെ പോയി. അന്ന് മുതൽ എന്റെ ഉള്ളിൽ ഒരു ചേഞ്ച് വന്നു തുടങ്ങി. ഞാൻ എന്തിനെയാണ് ആക്ഷേപിച്ചത്? എന്റെ മാതാവ് പറഞ്ഞ എന്റെ ഭാഷ, ഉറക്കെയുള്ള പ്രാർത്ഥന, ശരീരം എന്താ ഷിവർ ചെയ്ത് എന്നതുപോലെയുള്ള ആരാധന, അതിന് കാരണമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി. എന്റെ ചിന്തയിൽ പിന്നെ ഭാര്യയുടെ രോഗസൗഖ്യമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം.
കാരണം ഷിവറിംഗ് തുടങ്ങിയ ആ നിമിഷം മുതൽ, ആ ചൂട് വന്ന ആ നിമിഷം മുതൽ എന്റെ മനസ്സിനകത്ത് ഒരു വലിയ സമാധാനം കിട്ടി തുടങ്ങി. സമാധാനം കിട്ടി എന്റെ ചിന്തയ്ക്ക് മാറ്റം വന്നു. കർത്താവിന്റെ അഭിഷേകം പ്രാപിക്കണം. ഞാനൊരു ബാങ്കറും കൂടെ ആ സമയത്ത് കണ്ടു. റോമർ 8:9 പറഞ്ഞിരിക്കുന്നത്, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നുള്ള ബാങ്കറും കൂടെ ഞാൻ കണ്ടു, വായിച്ചു. അപ്പോൾ എനിക്ക് അന്ന് ദൈവാത്മാവിന്റെ ബുദ്ധിയിൽ തുറന്നു തന്നു, എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ ആത്മാവിലാണ് എന്നുള്ള ഒരു ചിന്ത തന്നു. അങ്ങനെ ഞാൻ ആത്മാവിന് വേണ്ടി ദാഹിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ആരാധനയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു പോവുകയാണ്. സൗഖ്യത്തിന് വേണ്ടിയല്ല, ഞാൻ ഒറ്റയ്ക്കാ പോയത്. ഭാര്യയും മകളെയും എന്റെ സഭയുടെ വീട്ടിൽ വിട്ടിട്ട് ചില ദേവദാസന്മാരുമായിട്ട് ആ മീറ്റിങ്ങിലോട്ട് ഞാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയാണ്. തലേ ദിവസമൊക്കെ ഞാനിരുന്ന് അറിയാവുന്ന വിധത്തിലൊക്കെ പ്രാർത്ഥിച്ചു, ബൈബിളൊക്കെ എടുത്ത് വെച്ച് വായിച്ചു. ആദ്യമായിട്ട് മനസ്സ് തുറന്ന് ബൈബിൾ വായിക്കുന്ന ഒരു ദിവസം തന്നെ. നാളെ കർത്താവെ ആരാധനയ്ക്ക് പോകുമ്പോൾ നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. എന്നോട് കൂടെ വന്ന ദൈവദാസന്മാരൊക്കെ കടയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല. എനിക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ, ഇന്ന് അഭിഷേകം പ്രാപിക്കും. അങ്ങനെ ആരാധന പങ്കെടുത്ത് ആദ്യമായിട്ടാണ് ആ കൂട്ടായ്മയിൽ ഞാൻ പോകുന്നത്. ഏകദേശം 2000-ലധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവസാന ആരാധനയ്ക്ക് ശേഷം, മെസ്സേജിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തലയിൽ കൈവച്ച് ദേവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ഒരു തീ വന്ന് കുന്നിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ മഴക്കാൽ മഴയ്ക്കാണ് നിൽക്കുന്നത്. പെട്ടെന്ന് ഫുട്ബോൾ ചാടുന്നത് പോലെ ഞാൻ ഇങ്ങനെ തുള്ളാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ഒരു അഗ്നിയുടെ ഒരു അനുഭവം എന്റെ ശരീരത്തിൽ മുഴുവൻ അകത്തും പുറത്തും ഒക്കെ ഞാൻ ഫീൽ ചെയ്തു. ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ ആരാധന അവസാനം അദ്ദേഹം എന്നെ നോക്കി വീണ്ടും അതേ ദേവദാസൻ പറയുകയാണ്, ദൈവം ബ്രദറിനെ ശക്തമായി അഭിഷേകം ചെയ്തിരിക്കുന്നു. പക്ഷേ അഗ്നി ശോധനകളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഈ ദിവസങ്ങൾ ദൈവസേനയിൽ അതിനായി പ്രാർത്ഥിക്കുക വരിക. ഇതൊന്നും ഞാൻ കേട്ടപ്പോൾ അഗ്നി ശോധന എന്താണെന്ന് എനിക്കറിയില്ല. എന്താ അഗ്നി, എന്താ വെള്ളമെന്നൊന്നും എനിക്കറിയില്ല, ബൈബിൾ അറിയില്ല. എന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. തീച്ചൂളയുടെ അനുഭവത്തിലൂടെ, അഗ്നി ശോധനകളിലൂടെ നമ്മൾ അതുവരെയും കർത്താവിനെ അറിയുന്നത് ആ നിമിഷം അന്ന് ദൈവത്തെ അറിയാനിടയായി, ആ രക്ഷയിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. കർത്താവിനെ കർത്താവായി സ്വീകരിച്ചു, എന്നെ വീണ്ടെടുപ്പുകാരനായി സ്വീകരിച്ചു. പക്ഷേ ജീവിതത്തിൽ പിന്നെ പ്രതിസന്ധികളൊന്നും പിറകെ ഒന്നായി കടന്നു വരുവാനിടയായി. ഞാൻ സമയത്തിന്റെ ലഭ്യത കുറവായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. മുന്നോട്ട് കടന്നു പോകുന്നതോറും ഈ രോഗങ്ങൾ ഇങ്ങനെ നമ്മളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടേ. ഒരു ഭാഗത്ത് മകൾ വളർന്നുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കടന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി കർത്താവ് കൃപയാൽ പലയിടങ്ങളിലും ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. ദൈവം ഉപയോഗിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ ദൈവം ഒരു പ്രേരണ തന്നതിന്റെ അടിസ്ഥാനത്തിൽ രോഗിയായ എന്റെ ഭാര്യയും കൊച്ചു കുഞ്ഞായ മകളെയും കൊണ്ട് ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത് പുന്നപ്പുഴ എന്ന ഒരു സ്ഥലത്ത് ദൈവം ആദ്യമായിട്ട് എന്നോട് ഇടപെട്ട ഒരു ശബ്ദം, മോശയോടും അഹരോനോടും കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നൊരു ശബ്ദം കേൾപ്പിച്ചിട്ട് പുന്നപ്പുഴ എന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. ആ സ്ഥലത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ 1042 ചർച്ചുകളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ചിന്തിച്ചു, ഞാൻ അതിലേക്ക് കർത്താവിന്റെ വേലയുടെ ഭാഗമായി. ഞാൻ ചിന്തിച്ചു, അവിടെ പോയിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? 1042 ചർച്ചുകളില്ല. എന്നാൽ ദൈവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്നെ വഴികൾ തുറന്നു. അവിടെ പോയി വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചു. ആ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. അന്ന് ഏകദേശം എന്റെ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം മദ്യം മാറ്റി കുടിക്കുകയും പൂച്ചകളെ വെട്ടി ഇറച്ചി വെച്ച് തിന്നുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. കാരണം ഇറച്ചി വാങ്ങാൻ പണം ഇല്ലാത്തതുകൊണ്ട് പൂച്ചകളെ ഫ്രീ ആയിട്ട് കിട്ടും. അദ്ദേഹം കുടുംബം വളരെ ശോചനീയമാണ്. ഒരു മകളാണുള്ളത്, ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മയും, വിധവയായ അമ്മയും. വളരെ ഒരു കുടിൽ കിടക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ
ഈ മനുഷ്യനെ ദൈവം അവിടുത്തെ ആദ്യ ഫലമായി രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം കൃപ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മകൾ വളർന്നുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവളിപ്പോ 2ാം സ്ഥലങ്ങളിൽ പഠിക്കുന്നു. എന്റെ ശിവരുടെ ആദ്യത്തെ സ്നാനം ഈ സഹോദരനാണ് കൊടുക്കുന്നത്. ഈ പൂജയിൽ തിരുന്ന സഹോദരൻ സ്നാനം എടുത്തു. അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ടു. ഇന്ന് ആ സഹോദരൻ IPC ചർച്ചിന്റെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായി കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കും. അദ്ദേഹത്തിന്റെ സീനിയർ പാസ്റ്ററായിട്ടിരിക്കുന്ന ഒരു സഹോദരൻ പഴക്കച്ചവടക്കാരനായിരുന്നു, അതിന്റെ തൊട്ടടുത്താണ്. അദ്ദേഹം ലാസ്റ്റ് ബസ്സിൽ കിടന്നാണ് വരുന്നത് മദ്യപിച്ച്. അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും അന്ന് നിരന്തരമായി കരഞ്ഞും പ്രാർത്ഥിച്ചും ഒരു ദിവസം എനിക്ക് അവിടെ പോകാൻ ഒരു പ്രേരണ ഒരു ഉച്ചയ്ക്ക് ഇദ്ദേഹം തന്നു. ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹം മദ്യപിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചിരുത്തി അദ്ദേഹത്തിന്റെ തലയിൽ കുറെ എണ്ണയൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുകൾ നിലയിൽ IPC സഭയുടെ ഒരു ചർച്ചിൽ അവിടുത്തെ പ്രധാന പാസ്റ്ററായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഘട്ടത്തിലും പ്രതിസന്ധികളിലും രോഗപീഠകളിലൂടെ പോകുമ്പോഴും കർത്താവിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ ദൈവിക മേഖലയിൽ ബലപ്പെടുത്തുവാനിടയായിട്ട് അകത്തെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സന്തോഷം സമാധാനം കർത്താവ് തന്നു. അതേ സമയത്ത് അടുത്ത നാളുകളിൽ തന്നെ ശ്രീകാര്യം എന്ന ഒരു പട്ടണത്തിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ 40 ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രേരിക്കുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ ആരാധിക്കുന്നു. അന്ന് ആ ചെറുപ്പക്കാരനോട് എന്തോ ദൈവം ചില ദൂതുകൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ദിവസവും അവൻ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അവന്റെ ഹിസ്റ്ററി, അവൻ തമിഴ്നാട്ടിൽ നിന്ന് നാട് വിട്ട് വന്നവനാണ്. അവിടെ വന്ന ഒരു വീട്ടിൽ 12ാമത്തെ വയസ്സിൽ വന്നു. അവിടെ ചില അഭിപ്രായ വ്യത്യാസം കൊണ്ട് അവൻ പുറത്തായിട്ട് അവൻ മാർക്കറ്റിലാണ് കിടക്കുന്നത്, ചന്തയിൽ, ശ്രീകാര്യം ചന്തയിൽ. പുള്ളിക്കാരന്റെ സാക്ഷി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, മഴ സമയത്ത് തണുപ്പ് നിവൃത്തിയില്ലാതെ തണുപ്പിനെ അതിജീവിക്കുവാൻ തെരുവ് നായ്ക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനാണ് കുറെ കാലം കഴിഞ്ഞപ്പോൾ വളർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായി. അവന് ഞായറാഴ്ച വന്നു. 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ആ ശ്രീകാര്യത്തെ വീട്ടിൽ ഒരു പ്രയറിന് വേണ്ടി ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരനോടെ ഡ്രൈവർ അവിടെ ആരാധിക്കും. അത് ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ തലയാട്ടി. അവന്റെ മനസ്സിൽ ചിന്തിച്ചത് പിന്നെ പറഞ്ഞു, ഇദ്ദേഹം കോരി കൊടുക്കാൻ അഭിഷേകം കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ഒരു മനോഭാവം ചിന്തയിൽ വന്നു. വേണമെങ്കിൽ തലയാട്ടി. പക്ഷെ അന്ന് ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത് അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് പല ഭൂതങ്ങൾ പുറത്തു വന്നു. 16 ഭൂതങ്ങൾ അവനെ വിട്ട് പുറത്തു പോകാനിടയായിട്ട് ഇന്ന് ആ ചെറുപ്പക്കാരൻ തമിഴ്നാട്ടിന്റെ ഭാഗങ്ങളിൽ ഒരു പ്രവാചക ശുശ്രൂഷ കുടുംബമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ട്രാൻസ്പോർട്ടിൽ KSRTCയിലെ ഒരു വലിയ ദിവസനും 2 കത്തോലിക്ക പുരോഹിതന്മാരുടെ സഹോദരിയായ സ്കൂൾ ടീച്ചറുമായ അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ കൃപയാൽ രക്ഷയിലേക്ക് വന്നു. അവരിലൂടെ ബൈബിൾ കോളേജ് ഉൾപ്പെടെ സുവിശേഷീകരണ പ്രവർത്തനം ഈ നാടുകളിൽ മന്ദിയർക്കോണ എന്ന ദേശത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ഇടങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ കുടുംബമായി ശക്തികരിച്ചു. ആ സമയങ്ങളൊക്കെ എന്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ദൂരോട്ടൊന്നും പോകാൻ കഴിയില്ല. എന്റെ ലൊക്കേഷൻ വിട്ട് ദൂരോട്ടൊന്നും യാത്രകൾ ചെയ്യാൻ കഴിയില്ല. പല നോർത്ത് ഇന്ത്യൻ യാത്രകളൊക്കെ വന്നു. വിദേശ യാത്രകൾ പോലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ 1ാം സ്ഥാനം കുടുംബത്തിന് കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടിയായതുകൊണ്ട്, അവളുടെ ജീവിതത്തിൽ അമ്മ അത്യാവശ്യമായതുകൊണ്ട്, അമ്മയുടെ ജീവനെ പിടിച്ചിടാൻ വേണ്ടി ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും മാനുഷികമായി സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി എല്ലാ സമയങ്ങളിലും ഒരു ശ്രദ്ധ എടുത്തുകൊണ്ട് ഞാൻ കുടുംബത്തിന് വേണ്ടി ആ സമയങ്ങൾ കൂടുതൽ ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ തന്നതുകൊണ്ട് ആ ഭാഗത്ത്
ഞങ്ങൾ മുന്നോട്ട് കടന്നു വന്നു. മകൾ പഠിച്ചു, +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ അവർക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ തമിഴ്നാട്ടിലാണ് കിട്ടിയത്. തമിഴ്നാട്ടിൽ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു അവളുടെ സൗകര്യത്തിന് വേണ്ടി. അവിടെ ചെന്ന് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസമായി. അവൾ കോളേജിൽ പോയി വരും. 6 വർഷം M.Tech കഴിഞ്ഞ് വരുന്നത് വരെയും അവിടെ ഒരു വലിയ കൊയ്ത്തിന്റെ നാളുകളാക്കി പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. അവിടെ എന്റെ ഏറെ സഹോദരൻ ജോയിരാജ് എന്ന് പറഞ്ഞ സഹോദരൻ ഭയങ്കര ഗൂഢ പ്രവർത്തനവും 2 മക്കളും ഭാര്യയും കുടുംബമായി ജീവിക്കുന്നവൻ, അഭിമാനവും ആർക്കും പിടിക്കാൻ കഴിയാത്തവനായിരുന്നവനെ ദൈവത്തിന്റെ കൃപയാൽ ദൈവനെ തൊട്ടു. 2 സർജറി ആവശ്യമായിരിക്കുന്ന 2 രോഗങ്ങൾ, ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രോഗവും മറ്റൊന്ന് തൈറോയ്ഡ് രോഗവും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നാഗറോവിൽ ആശാരിപ്പുഴ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ് 2 സർജറികളാണ്. അതുവരെ അവനോട് സുചിരം പറഞ്ഞാൽ കേൾക്കുമായിരുന്നില്ല. എന്നാൽ ഈ വിഷയം വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥന ആരംഭിച്ചു, ഉപദേശങ്ങൾ പറഞ്ഞു. അവരുടെ ഏറ്റെടുത്തു പ്രാർത്ഥനയുടെ ദൈവിക സൗഖ്യവും അവർ 4 പേരും കുടുംബമായി രക്ഷിക്കപ്പെട്ട് സ്നാനമെടുക്കുവാൻ ഇടയായിത്തീർന്നു. ആ തമിഴ്നാട്ടിൽ 6 വർഷം അവരുടെ വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മാറുമ്പോൾ ഏകദേശം 30ഓളം ആൾക്കാർക്ക് സ്നാനമെടുക്കുവാൻ പണം പരിശുദ്ധാത്മാവ് സഹായിച്ചു. പല സഭകളിലും ചെറിയ സഭകളിലൊക്കെ കടന്നുപോയി ആ സഭകൾക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തന്നു. ഈ സമയങ്ങളൊക്കെ മകളുടെ വിദ്യാഭ്യാസ വിഭാഗത്ത് സാമ്പത്തിക വിഷയങ്ങളുണ്ട്, രോഗ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ അറിയാതെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോവുകയാണ്. ദൈവം ഒരു ഭാഗത്തുകൂടെ നമ്മൾ അറിയാതെ വിഷയങ്ങൾ കർത്താവിന്റെ പദ്ധതി പ്രകാരം മുന്നോട്ട് കടന്നുപോയി. അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് കർത്താവിനെ നമുക്ക് എത്താൻ ആലോചന പ്രകാരമാണ് ഞങ്ങൾ വീട് നേരെ കേരളത്തിലോട്ട് ഇങ്ങോട്ട്. പിന്നെ അവിടെ ഫ്യൂച്ചർ മാരേജ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെറ്റിൽ ആക്കണമല്ലോ എന്നുള്ളതിൽ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ദേശത്തിൽ വാടകയ്ക്ക് ഈ വീട് കിട്ടി വന്ന് താമസം ആരംഭിച്ചു. 2013 കോഴ്സ് തീർന്ന ഒക്ടോബർ മാസം ഞങ്ങൾ ഇവിടെ വന്നു. 2014 ഏപ്രിൽ മാസം, മെയ് മാസം 30-ാം തീയതി 6 മാസത്തിന്റെ ഗ്യാപ്പിനുള്ളിൽ ഇന്ന് അവരുടെ ഭർത്താവായിരിക്കുന്ന മകനെ ദൈവം, അത് മരുമകനായിട്ടല്ല ഞങ്ങളുടെ മകനായിട്ട് ദൈവം തന്നു. എന്റെ കയ്യിലോ ബാങ്കിലോ 1 രൂപ പോലും ബാലൻസ് ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗീയ കലവറ തുറന്നു. 1 രൂപ പോലും ചെലവില്ലാത്ത വിധത്തിൽ സ്വർഗീയ ദൈവത്തിന്റെ കൃപ പ്രിയപ്പെട്ട മകനെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അവൻ ഇന്ന് ഞങ്ങൾക്കൊരു മകനായി, അവരുടെ ഭർത്താവായി 2 കുട്ടികൾക്ക് അപ്പനായി, അവരുടെ കുടുംബമായി സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകൻ മാത്രമല്ല, അവരുടെ അപ്പനും അമ്മയും വേറെ സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും അപ്പൻ മരിച്ചു കർത്താവിൽ വിശ്രമിക്കുന്നു. അവരുടെ അമ്മയും മറ്റു 3 മക്കളും ആ കുടുംബം മൊത്തം ഞങ്ങളുടെ കുടുംബം പോലെ. ഞങ്ങൾക്കൊരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് മകളും കുടുംബവും വിദേശത്തായതുകൊണ്ട് അവരെ പെട്ടെന്ന് ഇളയ സഹോദരൻ ഉണ്ട്, അവന് ഓടിവരും. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരു ബന്ധം സ്വർഗത്തിൽ ദൈവം നമുക്ക്. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തുടർന്ന് പിന്നെ മുന്നോട്ട് കടന്നുപോയി അവരുടെ കുടുംബജീവിതമായി. ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ 4-5 വർഷമായി അതിൽ കർത്താവിന്റെ കൃപയാൽ ആ രോഗം ഇതുവരെ വരാതെ വണ്ണം ദൈവം പരിപൂർണമായ സൗഖ്യം തന്നു. ഇന്ന് എന്നേക്കാൾ അധികമായി ശക്തിയോടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും ദൈവം ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷ പരിപൂർണതയിൽ പരിശുദ്ധാത്മാവിൽ ദൈവം ഈ ദിവസം വരെ, ഈ രാത്രി വരെയും ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ, ലോകം തരാത്ത സമാധാനം തന്ന ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് മഹാഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചർച്ചിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് പൊതു ആരാധനകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു. അതുപോലെ തന്നെ കുറെ സമാന ദർശനമുള്ള കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ ചേർന്ന് ഞങ്ങളുടെ മിഷണറി ദർശനത്തോടുകൂടെ ആ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഓടാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെയും ഞാനും ഓടിയെത്തുന്നു. കൂടെ പ്രവർത്തിക്കുന്നവർ വളരെയധികം ദൂരം യാത്ര ചെയ്യുന്ന ദൈവദാസന്മാരാകുന്നു. ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അവരുടെ വിവിധമായ നിലകളിൽ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി ഏതൊക്കെ നിലകളിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി
പ്രവർത്തിപ്പാൻ കഴിയുമോ തന്നിരിക്കുന്ന ഈ ആയുസ് മുഴുവനും ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ പ്രവർത്തിപ്പാൻ നാടുകളിൽ കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രായത്തിനും അപ്പുറമായി കർത്താവിന്റെ ബലം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. മാൻപേടകളുടെ കാലുകളെ പോലെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ള ഞങ്ങളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും. ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ എനിക്ക് പറയുവാനുള്ള ഒറ്റ ഒരു സന്ദേശം കാണും. എന്റെ ജീവിതത്തിന്റെ തകർന്ന മണ്ഡലങ്ങളെ പണിഞ്ഞു, രോഗങ്ങളെ സൗഖ്യമാക്കി, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം തന്നും, മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ ദൈവം വിടുതൽ തന്നും, ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തിന്റെ സമാധാനം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളിലൂടെ അനേകം കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവരാജ്യത്തിന് ആദായപ്പെടുത്തുവാൻ ഒരു യോഗ്യതയും കഴിവും പറയുവാനില്ലാത്ത ഒരു പ്രാഗൽഭ്യവും ഇല്ലാതെയായിരുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിരുന്ന എന്നെ ഞങ്ങളെ കുടുംബമായി ദൈവം നാളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്ന, ഈ സാക്ഷി കേൾക്കുന്ന ഓരോ ദൈവത്തിനോടും പറയുവാനുണ്ട്. ഏത് രോഗമാണെങ്കിലും സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. അവൻ യഹോവയാണ്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ്. അവരെ പാപമറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിനെ ദൈവം അവനെ പാപമാക്കി തീർത്തു. അതുകൊണ്ട് മാനവജാതിയുടെ മുഴുവനും പാപമായി ചുമന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും പറയുവാനുള്ള ഒരു സന്ദേശമുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പാപിയായ ആരും ഈ ലോകത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നാൽ ക്രിസ്തുവിന്റെ കൃപയോ അത് നിത്യജീവനാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മറ്റൊരുവരിലും ആരെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ വിളിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെങ്കിൽ എത്ര കൊടും പാപമാണെങ്കിലും അവിടുത്തെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി നമ്മെ അവന്റെ മക്കളാക്കി, പുത്രന്മാരാക്കി, പുത്രിമാരാക്കി, നിത്യജീവന്റെ അവകാശികളാക്കി ഈ ഭൂമിയിൽ ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും തലമുറകളുടെ നന്മകൾക്കും ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും പ്രവർത്തിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിന് സകല മഹത്വവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും എല്ലാ പുകഴ്ചയും അവിടുത്തെ പാതാല ബിന്ദുവിൽ അടിയിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനും ഈ പ്രവർത്തനങ്ങൾക്കും വീണ്ടുബന്ധവനായ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള എന്റെ മകളും ഈ കാര്യം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്നതിന് മുമ്പ് എന്നെ വിളിച്ചു തുടങ്ങിയോ, ലിങ്ക് അയച്ചു എന്നൊക്കെ അവർ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും. അതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിനെ. കർത്താവ് പണിതെടുത്ത് കൊണ്ടുവന്ന അനുഭവങ്ങൾ വലുതാണ്. ഓക്കെ, പിന്നെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും അധികം ഫലം കായ്പാൻ കർത്താവിന്റെ ദാസനെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയമായിരുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ടിവിയിലൂടെ അല്പസമയം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കൃപയാൽ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമാക്കപ്പെട്ട കർത്താവ് ഈ ചാനൽ പ്രവർത്തനങ്ങളെയും നേതൃത്വം കൊടുക്കുന്ന ദാസനും അവിടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്, ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശീർവാദങ്ങളും സ്വർഗത്തിൽ ഇനിയും ഉണ്ടാകട്ടെ. അനേകമായിരങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ ഈ മിനിസ്ട്രിയിലൂടെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം സഹായിക്കണം. ഇവിടെ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കേൾവിക്കാരായിരിക്കുന്ന ഓരോ ജനവും ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുവാനും ജനങ്ങളെ പഠിപ്പിക്കാനും അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരു വലിയ തലമുറ ഒരിക്കലെടുക്കുവാനും പരിശുദ്ധ സഹായിക്കണമേ. ഇന്ന് രാത്രി അടികളുടെ ഈ ശബ്ദം
കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി കേൾക്കുന്ന സകല ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും നീ അഭിഷേകിക്കണം, എല്ലാവരെയും സൗഖ്യമാക്കണമേ. രോഗികളായിരിക്കുന്നവരെ വിടുവിക്കണമേ. അപസ്മാര രോഗത്തിൽ ഭാരപ്പെടുന്നവർ കേൾക്കുന്നെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. വൈശാഖിക ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർ കെട്ടഴിഞ്ഞ് സ്വതന്ത്രരാകാൻ സഹായിക്കണമേ. മദ്യപാനികളായി കേട്ടവരൊക്കെയും കേൾക്കുന്നവരൊക്കെയും വിടുതൽ പ്രാപിക്കാൻ സഹായിക്കണമേ. സമാധാനമില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ്, ഏതെല്ലാം നിലകളിൽ ജനം വേദനിക്കുന്നു അവർക്കൊക്കെയും ആശ്വാസപ്രദൻ അങ്ങ് മാത്രമാണ്. ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിന്റെ മതാക്കരുടെയും കൃപയും സകല മാനവജാതികളുടെ മേലും ഈ ശബ്ദം കേൾക്കുന്ന സകല കുടുംബങ്ങളിലും വ്യക്തികളിലും തലമുറകളിലും അനുഗ്രഹമായി പരിണമിക്കട്ടെ. അവിടുത്തെ നാമത്തിലെ വ്യാപ്തിക്കും മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഈ സാക്ഷ്യത്തെ അവിടെ ഉപയോഗിക്കണമേ. എല്ലാ മഹത്വങ്ങളും സ്വീകരിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ.